ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സ്വർഗീയ സംഗീത യാത്രയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നേറെ അനുഗ്രഹമുള്ളൊരു ദിവസമാണ്. 2 പാട്ടുകാരാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരു കുടുംബത്തിൽ നിന്നും 2 പാട്ടുകാർ. സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ ജസ്ന MSMI, സിസ്റ്ററിൻ്റെ സ്വന്തം സഹോദരൻ ജിൻസ്. ഏറെ സ്നേഹത്തോടെ 2 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്ന സിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുമ്പ് വന്ന് പാട്ടൊക്കെ പാടിയും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു പോയതാണ്. ഓർക്കുന്നുണ്ടാകും, ജസ്ന സിസ്റ്റർ MSMI കോൺഗ്രിഗേഷൻ അംഗമാണ്. നല്ലൊരു പാട്ടുകാരിയാണ്, നമുക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, സിസ്റ്ററിന് ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനിയനച്ചും പട്ടം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളോട് പ്രാർത്ഥന റിക്വസ്റ്റ് ചെയ്തു, നമ്മളെല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. അനിയനച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ 2-3 മാസം കൂടി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പട്ടത്തിന് വേണ്ടി. അപ്പോൾ പട്ടത്തിന് ഒരുക്കമാണ്. അനിയനച്ഛൻ ഇങ്ങനെ പ്രാർത്ഥനയിലാണ്. പട്ടമെല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് നമ്മുടെ എല്ലാവരും പ്രാർത്ഥന വേണമെന്ന് ചേച്ചി സിസ്റ്റർ അനിയനച്ഛന് വേണ്ടി നമ്മുടെ എല്ലാം റിക്വസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ ഫലമായിട്ട് അനിയനച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. ഇന്നിവർ 2 പേരും പാടാൻ പോവുകയാണ്. കുറേ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്, പട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏറെ അനുഗ്രഹമുള്ള, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു നല്ലൊരു ദിവസമാണെന്ന്. ഇപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേട്ട് 2 പേരും കൂടി ഒരുമിച്ചൊരു പാട്ട് അത് കേട്ടിട്ട് എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. സ്നേഹം നാവിലപ്പമായൻ പ്രാണൻ തുടിച്ചിടുമ്പോ യേശുവേ നിൻ ജീവനെന്നിൽ ഉൾച്ചേരണം. കനലായെരിയും മനസ്സിൽ കുളിരാ നീ എന്നിലൊന്നായി ചേരണം. സ്നേഹം നാവിലപ്പമായി പ്രാണൻ തുടിച്ചിടുമ്പോ യേശുവേ നിൻ ജീവനെന്നിൽ ഉൾച്ചേരണം. ഓർമ്മക്കിനിയും സ്നേഹവിരുന്ന ഓസ്തിയായി നീ നാവിൻ തുമ്പിൽ. ഓർമ്മക്കിനിയും സ്നേഹവിരുന്നായി ഓസ്തിയായി നീ നാവിൻ തുമ്പിൽ. സ്നേഹം പടിയിറങ്ങും നെഞ്ചിൽ വരണേ അലിവു നിറയും നാഥ. സ്നേഹമേ ത്യാഗമേ കുരിശിലെരിയും ദീപനാളമേ. സായം
സൗഖ്യം പകരും സ്പർശം നീയേ, ജീവനേകും ജലവും നീയേ. സൗഖ്യം പകരും സ്പർശം നീയേ, ജീവനേകും ജലവും നീയേ. സുഹൃതം ശൈത്യമുറയും മനസ്സിൽ കനിവിൻ കനലേക്കുനാഥ. സ്നേഹമേ ത്യാഗമേ കുരിശിലെരിയും ദീപനാളമേ. സായം സായം സന്ധ്യ പോലെ സ്നേഹം മങ്ങിടുമ്പോൾ യേശുവേ നിൻ ജീവനെന്നിൽ ചേരണം. കനലായെരിയും മനസ്സിൽ കുളിരാ, നീ എന്നിലൊന്നായി ചേരണം. സ്നേഹം നാവിലപ്പമായ പ്രാണൻ തുടിച്ചിടുമ്പോൾ യേശുവേ നിൻ ജീവനെന്നിൽ ഉൾച്ചേരണം. അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയണമെന്ന് അറിയത്തില്ല, ഒരു സ്വർഗീയ അനുഭവമാണ് രണ്ടുപേരും ഒരുമിച്ച് പാടിയപ്പോൾ. സിസ്റ്ററിൻ്റെ പാട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, സൂപ്പറാണ് സിസ്റ്ററിൻ്റെ പാട്ട്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണത വന്നത് സഹോദരൻ കൂടി ചേർന്ന് പാടിയപ്പോൾ. സഹോദരൻ നല്ല നല്ല സൂപ്പർ വോയിസ് കേട്ടോ, നല്ല ബേസുള്ള നല്ല ക്ലാരിറ്റി ഉണ്ട് പാട്ടുകൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന സഫലമായി. കാരണം സിസ്റ്റർ ഞങ്ങൾക്ക് റിക്വസ്റ്റ് നൽകിയിരുന്നു പ്രാർത്ഥിക്കണേ ഞങ്ങളെല്ലാവരും. അപ്പോൾ അച്ഛനും അഭിമാനിക്കാം, കാരണം പട്ടത്തിന് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ വീട്ടിലെല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, പള്ളി മുഴുവൻ പ്രാർത്ഥനയാണ്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് ഈ ഒരു പ്രോഗ്രാം കാണുന്ന ഹെവൻലി മെലോഡീസ് കാണുന്ന എല്ലാവരും, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന എനിക്ക് തോന്നുന്നില്ല നേരത്തെ വേറെ ആർക്കെങ്കിലും പട്ടത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന് അച്ഛനൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അച്ഛൻ്റെ പട്ടത്തിന് ഉണ്ടായിരുന്നു, ഭംഗിയാകാൻ വേണ്ടിയൊക്കെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയാണ് അതിന്. കാരണം അച്ഛൻ്റെ ഈ പാട്ട് കേട്ടപ്പോഴും രണ്ടുപേരുടെയും, ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഈ ഒരു പാട്ട് ഞങ്ങൾ കേൾക്കാൻ പറ്റിയത് തീർച്ചയായും അപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥന സഫലമായി മാത്രമല്ല, ഒരു അനുഗ്രഹമുള്ളൊരു വൈദികനെ ഞങ്ങൾക്ക് കിട്ടി, രണ്ടുപേരെയും. ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് അതൊരു ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടൊക്കെ ഞങ്ങൾക്കത് വളരെ അഭിമാനമായിട്ട് തോന്നിയാണ്. അപ്പോൾ ഒത്തിരി നന്ദി, ദൈവത്തിന് നന്ദി, അതുപോലെ നിങ്ങൾക്കും ഒക്കെ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ. വീട്ടിനെ പറ്റി കുറച്ചെന്ന് പറയാമോ? എനിക്ക് സിസ്റ്റർ പറഞ്ഞ അറിവുണ്ട്, എന്നാലും ഒന്നും കൂടി നമുക്ക് കേൾക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചി പറഞ്ഞുള്ള അറിവുകൾ എല്ലാവർക്കും തന്നെ ലഭിച്ചു എന്നാണ് വിചാരിക്കുക. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. പപ്പ, മമ്മി, 2 സഹോദരിമാരാണ്. മൂത്ത സഹോദരി വിവാഹിതയാണ്. രണ്ടാമത്തെ ആൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഏറ്റവും ഇളയ ആളാണ് ഞാൻ. തുടർന്നിപ്പം പൗരോഹിത്യത്തിലേക്ക് ദൈവാനുഗ്രഹത്തോടെ എല്ലാവരുടെയും ആശീർവാദത്തോടെ കഴിഞ്ഞ ജനുവരി മാസം 4-ാം തീയതി അഭിവന്ധ്യ പാമ്പ്ലാന പിതാവിൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ വഴി പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി. കാരണം അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ബ്ലെസ്സിങ് ആ പട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. അത് ആളുകൾ പറഞ്ഞത് അനുസരിച്ച് തന്നെയല്ല, തീർച്ചയായിട്ടും പൗരോഹിത്യത്തിൻ്റെ ആ ചടങ്ങിൽ അതല്ലെങ്കിൽ അതിന് ശേഷം അതിന് മുൻപുമായിട്ടുള്ള ആ സമയങ്ങളിൽ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഇടവക സമൂഹത്തിലൊക്കെ അത് ഒരുപാട് ആൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും പ്രാർത്ഥനയിൽ ഓർത്തതിന്. ആ ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും എൻ്റെ തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. തീർച്ചയായിട്ടും നന്ദി, താങ്ക് യു. തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകും. അച്ഛന് വേണ്ടി ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഒരുമിച്ചുള്ള പാട്ട് ഏകദേശം ഒരേ വോയിസ് പോലെ. അപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണ് പാട്ട് ഇങ്ങനെ പള്ളികളിലൊക്കെ പാടുമായിരുന്നോ? കൊയറൊക്കെ ആയിട്ട് പാടുമായിരുന്നോ? അത് ഒറ്റയ്ക്കൊക്കെയാണ് പാടിക്കുന്നത്? അങ്ങനെ കൊയറായിട്ട് പാടുമ്പോഴേ രണ്ടുപേരും ചേർന്ന് പാടുമ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണ്.
ഒരു അഭിഷേകമായിട്ട് തോന്നി. ചെറുപ്പത്തിൽ നിങ്ങൾ പാടുമായിരുന്നു ഒരുമിച്ച്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളും? ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിൽ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പാടാറുണ്ടായിരുന്നു. ചേച്ചിമാരുടെ കൂടെ നിന്ന് ചെറുപ്പത്തിലേ പാടുന്നുണ്ടായിരുന്നു. അച്ഛനാണേലും കൂടത്തിൽ അന്ന് കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. എന്നാൽ പോലും പാടുന്നതിനേക്കാൾ ഇഷ്ടം അൾത്താര കൂടാനായിരുന്നു, അൾത്താര ബാലനായിട്ട് കൂടാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ പാട്ടധികം പാടിയതായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വെക്കുമ്പം ഒറ്റയ്ക്കായിട്ട് പാടിയതൊക്കെ ഓർമ്മയുണ്ട്. അതല്ലാതെ കൊയറിലൊന്നും അങ്ങനെ അധികം ഉണ്ടായിട്ടില്ലായിരുന്നു. കുർബാനയ്ക്ക് കൂടാനായിരുന്നു ഇഷ്ടം. അതിനുശേഷം ഇങ്ങനെ കുറച്ച് 10ാം ക്ലാസ്സൊക്കെ ആയി, 9-10 ക്ലാസ്സുകളിലൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടെ പാട്ടിലേക്ക് ഇങ്ങനെ ഒരു പാടാനൊക്കെ അവസരം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ദൈവം അംഗീകരിച്ച് സെമിനാരി ചേർന്ന സമയം തൊട്ടാണ് കൂടുതലും ഈ നല്ല സൗണ്ട്, നല്ല പാട്ട് പാടാൻ നല്ല ട്യൂണ്, അങ്ങനെയൊക്കെ നല്ല സെലക്ഷൻസ്, പാടാനൊരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത് സെമിനാരി വന്നതിന് ശേഷമാണ്. ദൈവം അനുഗ്രഹിച്ച് ഇതുപോലെ നന്നായിട്ട് ഇത്രയും മനോഹരമായിട്ടൊക്കെ പാടാൻ തുടങ്ങിയത് സെമിനാരി ചേർന്നപ്പോൾ തന്നെയാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സംശയമില്ല. സെമിനാരി കോയറിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? സെമിനാരി കോയറുകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ഗാന ശുശ്രൂഷയുടെ ആരംഭം അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ മൈനർ സെമിനാരി സെൻറ്റ് ജോസഫ്സ് മൈനർ സെമിനാരി തലശ്ശേരി ആണെന്ന് എനിക്ക് പറയാവുന്നൊരു അഭിമാനമുണ്ട്. കാരണം എൻ്റെ ആരംഭം തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് തന്നെയാണ്. പാടുമായിരുന്നു, ചേച്ചി പറഞ്ഞതുപോലെ പാടുമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതിലൊരു വളർച്ച നേടാനായിട്ട്, അല്ലെങ്കിൽ അതിൽ എനിക്കൊരു ദൈവാനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അത് തീർച്ചയായിട്ടും മൈനർ സെമിനാരിയിലെ പരിശീലനമായിരുന്നു. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വൈദികരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരമായിട്ടുള്ള വൈദിക വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരുടെയും ഒരുപാട് പ്രാർത്ഥനകളുടെയും സപ്പോർട്ടിൻ്റെയും ഒക്കെ ഫലമാണ് തീർച്ചയായിട്ടും ഇന്ന് ഇത്ര മനോഹരമായിട്ടെങ്കിലും അല്ലെങ്കിൽ ഈ രീതിയിലെങ്കിലും എനിക്ക് പാടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെമിനാരി ലൈഫാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അഭിമാനത്തോടു കൂടി സന്ദേശം അത് അറിയിക്കുകയാണ്. നമുക്ക് അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കാം. അച്ഛൻ്റെ ഒരു പാട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ആസ്വദിക്കട്ടെ. ഞങ്ങളോടൊപ്പം തന്നെ കാണുന്ന പ്രേക്ഷകർ എല്ലാം ഒന്ന് ആസ്വദിക്കട്ടെ. അച്ഛൻ മാത്രമായിട്ടൊരു പാട്ട് പാടും. യേശുവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മതൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തോരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിങ്ങു നൽകും. മുത്തുകളെണ്ണി പ്രാർത്ഥിക്കും ഞാൻ, അമ്മതൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയ ആഴിയാണമ്മ, സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. കൃപകളെല്ലാം ഒഴുകിയ ആഴിയാണമ്മ, സുകൃതമെല്ലാം കോർത്തുവച്ച മാലയാണമ്മ. അമ്മേ അമ്മേ മാമരി എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ.
എൻ്റെ സ്വർഗജാലകം എന്നും അമ്മേ നീയല്ലോ, എൻ്റെ സ്നേഹനീരുറവ എന്നും അമ്മേ നീയല്ലോ. എൻ്റെ സ്വർഗജാലകം എന്നും അമ്മേ നീയല്ലോ, എൻ്റെ സ്നേഹനീരുറവ എന്നും അമ്മേ നീയല്ലോ. എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവത്താളമാകൂ അമ്മേ മാതാവേ, എൻ്റെ സ്നേഹശ്വാസമാകൂ അമ്മേ മാതാവേ, എൻ്റെ ജീവത്താളമാകൂ അമ്മേ മാതാവേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ, അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അനുസരിച്ചാ പറയാൻ വാക്കുകളില്ല. വളരെ ഭംഗിയായിട്ട് നല്ല ഫീലിങ്ങോട് കൂടിയാണ് അച്ഛൻ പാടിയത്. നല്ല വോയിസ്, പെർഫെക്റ്റ് വോയിസ്, പെർഫെക്റ്റ് സിംഗിങ്, സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഓർക്ക് ചെയ്ത് സിസ്റ്റർ പറഞ്ഞിരുന്നു അച്ഛൻ, അതായത് ബ്രദർ, ആ സമയത്ത് ബ്രദറാണല്ലോ, പാടുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് ഞങ്ങൾക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. ഇത് കേൾക്കാനും ഒക്കെ കാണാനും ഒക്കെ ഞങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടായെന്നുള്ളത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് സിസ്റ്റർ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. അപ്പം അന്ന് പറഞ്ഞിരുന്നു അനിയനും ഇങ്ങനെ പാടും കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു സമ്മാനമായിട്ടൊന്നും കരുതിയിരുന്നില്ല. ഡെപ്തുള്ള നല്ല വോയിസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഇനി ഒരു റിക്വസ്റ്റായിട്ട് എനിക്കറിയത്തില്ല, രൂപത എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പാട്ട് പഠിക്കും കൂടി ചെയ്യുവാണെങ്കിൽ ഇത് വേറെ അല്ലേ ഹൈ റേഞ്ചിലേക്ക് പോകും, വേറെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകും. കാരണം ഓൾറെഡി പഠിക്കാതെ തന്നെ, ഒട്ടും പഠിക്കാതെ തന്നെ, മ്യൂസിക് പഠിക്കാതെ തന്നെ ഇത്രമാത്രം പാടുമെങ്കിൽ തീർച്ചയായും അപ്പം അത് ഒരു അച്ഛനൊരു അഭിഷേകം അച്ഛാ നമുക്ക്. എൻ്റെ കാരണം അമ്മ പാട്ട് ഒക്കെ പാടിയപ്പോൾ തന്നെ എന്തുമാത്രം അഭിഷേകം അച്ഛന് എൻ്റെ ശബ്ദത്തിലുണ്ടെന്നുള്ളതാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ട്? അച്ഛൻ്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട പാട്ടാണെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യം സിംഗിളായിട്ട് പാടുമ്പോൾ ഏറ്റവും നല്ല പാട്ടും കൊതിയുള്ള പാട്ടും ഇഷ്ടമുള്ള പാട്ടുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പാട്ട് തന്നെ ഇത് മാതാവിൻ്റെ നല്ലൊരു ഗാനമാണ്. മാതാവിനോടുള്ള ഭക്തി അത് തീർച്ചയായിട്ടും ഒത്തിരി പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ. കാരണം എൻ്റെ ഇടവക പള്ളി സെൻറ്റ് മേരീസ് ചർച്ച് ചുള്ളി മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഞാൻ ചെറുപ്പം മുതലേ ദേവാലയത്തിൽ വന്ന് മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് അവിടെ നിന്ന് ലഭിച്ചതാണ്. തുടർന്നുള്ള എൻ്റെ പൗരോഹിത്യ ജീവിത യാത്രയിലും ഇപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ഇടവക, ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ആലക്കോട് സെൻറ്റ് മേരീസ് ഫൊറാന ദേവാലയത്തിലെ കൊച്ചച്ഛനായിട്ടാണ്. അവിടുത്തെ ആലക്കോട് മാതാവിൻ്റെ അനുഗ്രഹവും തീർച്ചയായിട്ടും എന്നോടൊപ്പമുണ്ട്. കാരണം മാതാവിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ദൈവവിളിയുടെ ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇട്ടത് തീർച്ചയായിട്ടും മാതാവിനോടുള്ള ആ ഭക്തിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അവിടെ നിന്നായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാത്തിൻ്റെ ആരംഭം എന്ന് പറയാം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഒരു ഗാനം ആലപിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ബിനോജ് മുള്ളവരിക്കൽ അച്ഛൻ്റെ പാട്ടാണ്. എനിക്ക് അച്ഛൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം അച്ഛൻ്റെ ഗാനങ്ങൾ ആലപിക്കാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങളും അഭിമാനത്തോടുകൂടി ചേച്ചിയും ഇരിക്കുകയാണ്. അച്ഛനായിരിക്കുന്ന ആലക്കോട് ദേവാലയം, അച്ഛൻ്റെ പാട്ട് കുർബാനയും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരുമിച്ച് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗാണ്, ഭയങ്കര അനുഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ജസ്ന സിസ്റ്ററിനെയും ജിൻസ് അച്ഛനെയും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്.
കാരണം ഞങ്ങൾക്ക് പറയാം, പ്രത്യേകിച്ച് അച്ഛൻ്റെ പട്ടം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അനുഗ്രഹം അച്ഛനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരുപാടുണ്ടാകും. സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിഷിക്തരായിട്ട് രണ്ടുപേരും തുടർന്ന് അഭിഷേകത്തോടുകൂടി ജ്വലിക്കട്ടെ. പാട്ടുകൾ പാടിയും വചനം പ്രഘോഷിച്ചൊക്കെ നല്ല സഭയ്ക്ക് നല്ല മുതൽക്കൂട്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട വില്ലച്ചന് വേണ്ടി ഞങ്ങൾ 1-2 ഗാനങ്ങൾ ഇപ്പോൾ ആലപിച്ചു. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഗാനങ്ങൾ ഞങ്ങൾ യൂട്യൂബുകളിൽ നിന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹെവൻലി മെലഡീസ് വന്നപ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ ഒരു ഗാനം നേരിട്ട് അത് ആ സ്വരം ശ്രവിക്കണമെന്ന് ആ ഗാനത്തിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വിനിലച്ഛൻ്റെ ഗാനം ഒന്ന് പ്രത്യേകമായിട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ ഒരു ആഗ്രഹമുണ്ട്. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുമായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരും അത് ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചേട്ടനച്ഛൻ ഞാനും കൂടി ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക ഗാനം, നല്ലൊരു ഗാനം ലഭിക്കാനിടയായി. അത് അഗസ്റ്റിൻ പുന്നശ്ശേരി അച്ഛൻ്റെ വരികൾ നമ്മൾ ഹെവൻലി മെലോഡീസിൻ്റെ ഡയറക്ടറായ ലിനീഷ് കുണ്ടുതോട് നല്ല സംഗീതം നൽകിയൊരു അഭിഷേകമുള്ള ഗാനമാണ്. അപ്പോൾ ഈ പാട്ട് പാടാൻ നമുക്ക് ഒരുമിച്ച് പാടാം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ 3 പേരും ആത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി ഒരു പ്രാർത്ഥനയായിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കൊരുമിച്ച് ഈ ഗാനം പാടാം. ആത്മാവിൻ്റെ നിറവ് നമ്മൾ 3 പേരിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഗാനം ആലപിക്കാം. അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, റൂഹാതൻ അഭിഷേകം. അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, റൂഹാതൻ അഭിഷേകം. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവ്. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവ്. അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം. സ്വർഗം നമുക്കായി തുറന്നിടട്ടെ, പാപത്തിൻ കൂരിരുൾ നീങ്ങിടട്ടെ, തിന്മകൾ ചാമ്പലായി തീർന്നിടട്ടെ, ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ. സ്വർഗം നമുക്കായി തുറന്നിടട്ടെ, പാപത്തിൻ കൂരിരുൾ നീങ്ങിടട്ടെ, തിന്മകൾ ചാമ്പലായി തീർന്നിടട്ടെ, ബന്ധനമെല്ലാം അഴിഞ്ഞിടട്ടെ. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവ്. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവ്. അഭിഷേകം അഭിഷേകം കൃപയുടെ അഭിഷേകം.
പെന്തക്കുസ്താനുഭവം നൽകിടണേ, കൃപയുടെ നീർച്ചാൽ വർഷിക്കണേ. നിന്നാമമെങ്ങും പ്രകീർത്തിക്കട്ടെ, പുതുജീവനാൽ ഞങ്ങൾ നിറഞ്ഞിടട്ടെ. പെന്തക്കുസ്താനുഭവം നൽകിടണേ, കൃപയുടെ നീർച്ചാൽ വർഷിക്കണേ. നിന്നാമമെങ്ങും പ്രകീർത്തിക്കട്ടെ, പുതുജീവനാൽ ഞങ്ങൾ നിറഞ്ഞിടട്ടെ. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. അഭിഷേകം അഭിഷേകം, കൃപയുടെ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം, റൂഹാതൻ അഭിഷേകം. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. ഈ പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല പാട്ടാണ് ശരിക്കും, അഭിഷേകമുള്ള പാട്ട് തന്നെയായിരുന്നു ശരിക്കും. നമുക്ക് ഈ ധ്യാനങ്ങളിലും പ്രാർത്ഥനകൾക്കൊക്കെ ശരിക്കും പാടാൻ പറ്റുന്നതിനെ കൊണ്ട് നല്ല 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 മ്യൂസിക്കായിരുന്നു പാട്ടിൻ്റെ. അച്ഛൻ പാടിയതാണല്ലോ അതിലും മനോഹരം, നന്നായിട്ട് പാടി, ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. നമ്മുടെ ലിനീഷ് ബ്രദറിൻ്റെ സംഗീതമാണ് ഇത്. ഞങ്ങൾ പാടിയപ്പോൾ തന്നെ ചേട്ടനച്ചും കൂടി ഞങ്ങൾ റെക്കോർഡിങ്ങിൽ പാടിയിരുന്നു, ഒരു അഭിഷേകത്തോടുകൂടി പാടി. അപ്പോൾ ഞങ്ങൾ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പറയുകയും ചെയ്തു, നല്ലൊരു അഭിഷേകമുള്ളൊരു ഗാനം ഇത് ഞങ്ങൾക്ക് പാടാൻ പറ്റിയെന്നുള്ളതാണ് അതിൽ ഒരു ഭാഗ്യമായിട്ട്. കൂടാൻ പറ്റിയ സന്തോഷം. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പാടാൻ പറ്റി. നമുക്ക് തന്നെ ഒരു പാടുമ്പോൾ തന്നെ ഒരു വലിയൊരു എനർജിയാണ്, ഒരു ഉണർവാണ് ഈ ഗാനം. അപ്പോൾ നമ്മൾ പാടിയപ്പോൾ പ്രേക്ഷകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. നല്ലൊരു ദിവസം നൽകിയതിന് നന്ദി പറയുകയാണ്. രണ്ടുപേരുടെ സാന്നിധ്യം, ചേച്ചി സിസ്റ്ററും അനിയനച്ഛനും തുടങ്ങിയതേ ഉള്ളൂ, വളരാനേറെയുണ്ട്. ഒരുപാട് വളരട്ടെ, അത് ഈശോയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈശോ വളർത്തിക്കൊള്ളും. നല്ലപോലെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും തമ്പുരാൻ്റെ മക്കളായിട്ട് ജീവിക്കുക. നിങ്ങൾ രണ്ടുപേരിലൂടെയും അനേകർക്ക് ആശ്വാസമായി മാറേണ്ടതാണ് നിങ്ങളുടെ ശബ്ദവും പാട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹെവൻലി മെലോഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ. സത്യത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അണയൂ നിത്യസഹായകനേ, അഗ്നിയായി വെൺപ്രാവാ.